السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിനെ ഭയപ്പെട്ടും തഖ്വയോടുകൂടിയും ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ സന്തോഷിക്കേണ്ട മുസ്ലിങ്ങളുടെ ഒരാഘോഷ സുദിനത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും പൊരുത്തവും സമ്പാദിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ആഘോഷങ്ങളൊക്കെയും. ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. അള്ളാഹുവിനെ പുകഴ്ത്തിയും വാഴ്ത്തിയും അള്ളാഹുവിനെ സ്തുതിച്ചുമൊക്കെ നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് ഈ സുദിനത്തിലെ സർവ്വവിധ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ച് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ഈദ് സുദിനം ആശംസിക്കുകയാണ്. ഈ സുദിനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നത് മഹാസൗഭാഗ്യമാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എത്രയാണ് അള്ളാഹുവിനെ സ്തുതിച്ചാൽ മതിയാവുക? നമ്മുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പലരും ഇന്ന് ഈ ഇത്തരം സുദിനത്തിൽ ആഘോഷത്തിൻ്റെ വേളകൾ ആസ്വദിക്കാൻ കഴിയാതെ മണ്ണിനടിയിൽപ്പെട്ടു പോയിട്ടുണ്ട്. പല വീടുകളും തകർന്നടിഞ്ഞിട്ടുണ്ട്. പലരും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായി പോയിട്ടുണ്ട്. പെരുന്നാളിന് വേണ്ടി ഒരുങ്ങി വന്നവരൊക്കെ, പല വിധത്തിൽ ഒരുങ്ങി വന്നവർ, മൈലാഞ്ചി അണിഞ്ഞവർ, പുതുവസ്ത്രം വാങ്ങിയവരൊക്കെ കഫൻപുടയിൽ പൊതിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോയൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ആയുസ് അള്ളാഹു ബാക്കി വെച്ചു എന്നത് തന്നെ അള്ളാഹുവിനെ എത്രമാത്രം വാഴ്ത്തിയാലാണ് മതിയാവുക, എത്രമാത്രം സ്തുതിച്ചാലാണ് മതിയാവുക. തക്ബീർ ധ്വനികൾ എല്ലാ സന്ദർഭങ്ങളിലും അയ്യാമുത്ത് ശരീക്കിൻ്റെ അസർ വരെ നമ്മുടെ നാവുകളിൽ തക്ബീർ ധ്വനികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ. അള്ളാഹുവിൽ തക്ബീർ മുഴക്കിക്കൊണ്ടേയിരിക്കുക എന്നതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതാനും ദിവസങ്ങൾ മാത്രം പെയ്ത മഴയും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ വലിയൊരു വിഭാഗം ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്ന സന്ദർഭമാണിത്. വീടും സമ്പത്തുമൊക്കെ പൂർണ്ണമായും ഭാഗികവുമായി നഷ്ടപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ മണ്ണിനടിയിൽ പെട്ടുപോയവരുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചു പോയവരുണ്ട്. വീടുണ്ടായിട്ടും ക്യാമ്പിൽ അഭയം തേടേണ്ടി വന്നവരുണ്ട്. വലിയ വീടുണ്ടായിട്ടും ക്യാമ്പിൽ അഭയം തേടേണ്ടി വന്നവരൊക്കെയുണ്ട്. നമുക്കിതൊക്കെ വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ പ്രയാസങ്ങളിലും ക്ഷമയോടും ഈമാനോടും നിലയുറപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ നാടിനെയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. വിഷമിക്കുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗബാധിതരായി പ്രയാസപ്പെട്ട് കഴിയുന്നവർക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു വലിയ പരീക്ഷണമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ കൂടുതൽ നന്മ ചെയ്യാനും കൂടുതൽ സേവനം ചെയ്യാനും ഇത്തരം പ്രയാസപ്പെട്ട ആളുകളെ സഹായിക്കാനും ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ എന്നത് മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ. ഏത് ദുരിതങ്ങൾക്കിടയിലും ഏത് പ്രയാസങ്ങൾക്കിടയിലും ആഘോഷിക്കാൻ പറ്റുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ പെരുന്നാൾ എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിലെ ആഘോഷങ്ങൾ ആരാധനകളിൽ അധിഷ്ഠിതമാണ്. അതിർവരമ്പുകൾ ലംഘിച്ച് എല്ലാം വലിച്ചെറിഞ്ഞ് എല്ലാ ഭക്തിമാർഗങ്ങളും ഉപേക്ഷിച്ചല്ല ഇസ്ലാമിലെ ആരാധനകൾ എന്ന് പറയുന്നത്. ആരാധനകളും അതുപോലെ ആഘോഷങ്ങളുമൊക്കെ സമ്മിശ്രമാണ്, പരസ്പര പൂരകങ്ങളാണ്. ആരാധനകളില്ലാത്ത ആഘോഷങ്ങളില്ല ഇസ്ലാമിന്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയ്ക്ക് തന്നെ ആർഭാടമുക്തവും അതിരുകവിയാത്തതുമായ സന്തോഷ സന്ദർഭങ്ങളാണ് പെരുന്നാളുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ തവണ പ്രത്യേകിച്ചും നമ്മളെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രളയവും കെടുതികളുമൊക്കെ നമ്മെ എന്താണ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രളയവും കെടുതികളും പ്രയാസങ്ങളുമൊക്കെ നമ്മളെ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പകർന്നു നൽകിയ വിശ്വാസത്തിലേക്ക് മടങ്ങാനാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ മാതൃകയാക്കി സംശുദ്ധമായ ജീവിതം നയിക്കാനാണ് ഓരോ പരീക്ഷണ ഘട്ടങ്ങളും നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതവസരത്തിലും നമ്മളെ സഹായിക്കാൻ റബ്ബ് മാത്രമാണെന്ന് മനസ്സിലാക്കി നാഥനിലേക്ക് പ്രാർത്ഥനകൾ ഉയരേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഷിർക്ക് ജീവിതത്തിൽ വന്നുപോയാൽ, ഷിർക്ക് എന്ന മഹാപാതകം ജീവിതത്തിൽ വന്നുപോയാൽ ഒരു പ്രളയത്തേക്കാൾ വലിയ ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ സാക്ഷി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങൾ, പ്രാർത്ഥനകൾ, ജീവിത രീതികൾ, അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ, പ്രബോധന ദൗത്യം, പരീക്ഷണങ്ങൾ അതിജയിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത തന്ത്രങ്ങൾ എല്ലാം പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഓരോ ഘട്ടങ്ങളെയും കൃത്യമായി ബോധ്യപ്പെട്ട് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെയും പരീക്ഷണ ഘട്ടങ്ങളെ നമുക്ക് ഒറ്റക്കെട്ടായി അതിജയിക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ആഴ്ചകളിലായി ഈ ജീവിത രീതികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തതും. നോക്കൂ, വിശ്വാസ രംഗത്തെ കറകളഞ്ഞ വിശ്വാസത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി അവതരിപ്പിക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുഭവങ്ങളായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, എന്റെ സമുദായമേ നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു എന്ന്, ഞാൻ നിരപരാധിയാണ്, എനിക്കതിൽ പങ്കില്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ, തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖത്തെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനേ അല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട്. വിശ്വാസതലം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മരണപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളെങ്ങാനും ശിർക്കിൽ അകപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, വലിയ പ്രളയത്തെ നമുക്കിവിടെ അതിജീവിക്കാം, നാശനഷ്ടങ്ങൾ വീണ്ടെടുക്കാം. പക്ഷേ ശിർക്കോടുകൂടിയാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ തിരിച്ചു കിട്ടാനാവാത്ത വലിയ നഷ്ടജീവിതമാണ് നമുക്ക് നാളെ ലഭിക്കാനുള്ളത് എന്ന് നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളും രക്തബന്ധുക്കളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നത് നമുക്ക് ബോധ്യമുണ്ടാകണം. നോക്കൂ, സ്വന്തം പിതാവിനോട് തന്നെ കൃത്യമായി അതിന്റെ വസ്തുതകളെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് ചോദിക്കുകയാണ്, ഒന്നും കേൾക്കാത്ത, ഒന്നും കാണാത്ത, യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവിനെ താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? സഹായാർത്ഥനകൾ ആരോടാണ് വേണ്ടത്? എല്ലാം കേൾക്കുന്ന
എല്ലാം കാണുന്ന, ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുന്ന, ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നീക്കിത്തരാൻ കഴിയുന്ന, ആകാശങ്ങളെ സംവിധാനിച്ച, ഭൂമിയെ സൃഷ്ടിച്ച ആ റബ്ബിലേക്കാണ് മുഖം തിരിക്കേണ്ടത്. ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ആ റബ്ബിനെയാണ് വണങ്ങേണ്ടത്. എല്ലാത്തിനേക്കാളും വലുത് ആ റബ്ബാവുക എന്നതാണ് അല്ലാഹു അക്ബർ എന്നതിന്റെ പൊരുൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് സാധിച്ചിട്ടുണ്ട്. വിശ്വാസ രംഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ മാതൃകയാക്കുക. കർമ്മരംഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയായിരുന്നു? എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്ത ജീവിതമായിരുന്നില്ല, അലക്ഷ്യമായി തീർത്ത ജീവിതമായിരുന്നില്ല. കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. ഞാൻ എന്തിന് ജീവിക്കുന്നു? ഞാൻ എങ്ങനെ സംസാരിക്കണം? എങ്ങനെ ഇടപെടണം? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്? ആരോടൊക്കെയാണ് സംവദിക്കേണ്ടത്? എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആരെയൊക്കെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? അതിനാവശ്യമായ പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം പ്രാർത്ഥന നിരതമായിരുന്നു. നിരന്തരമായ പ്രാർത്ഥനകൾ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിരന്തരമായ പ്രാർത്ഥനകൾ. എത്രമാത്രം പ്രയാസങ്ങൾ, വിഷമങ്ങൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു. പക്ഷേ പ്രാർത്ഥനയിലൂടെ, അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിലൂടെ അദ്ദേഹത്തിന് ഇതൊക്കെ മറികടക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടായി. മക്കളില്ലാതെ പ്രയാസപ്പെട്ടു. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, പടച്ചോനെ സാലിഹീങ്ങളിൽപ്പെട്ട ഒരു നല്ല സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നത് 85 വയസ്സ് പ്രായം പിന്നിട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു സമയമായി നമുക്കത് തോന്നിയേക്കാം. പക്ഷെ അള്ളാഹു എല്ലാത്തിനേക്കാളും വലുതാകുമ്പോ അത്ഭുതങ്ങൾ സംഭവിക്കുക, അതിമാനുഷ്യമായ കഴിവുകൾ അള്ളാഹുവിനുണ്ടല്ലോ. മനുഷ്യർക്ക് കഴിയാത്തത് അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവിടെ അത് സാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. റബ്ബിന്റെ സഹായത്തിന് പ്രാർത്ഥിച്ചു, പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചു, ആ മക്ക രാജ്യത്തെ സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടേക്ക് കടന്നു വരുന്ന ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു ഉമ്മത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും വളർച്ചയ്ക്കു വേണ്ടിയും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ എല്ലാം സമർപ്പിച്ച അപാരമായ തവക്കുലിനുടമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. പ്രതിസന്ധികളിലാണ് നമ്മൾ, വിഷമങ്ങളിലാണ് നമ്മൾ, നമ്മുടെ സഹോദരങ്ങൾ, കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ വിഷമങ്ങളിലാണ്. തവക്കുലിന്റെ പാഠമുണ്ടെങ്കിൽ, ഈ ഇച്ഛാശക്തി കൊണ്ട്, ഈമാനിന്റെ കരുത്തുകൊണ്ട്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുമെന്നതാണ്. മകനെ ബലിയെടുക്കാൻ വന്ന സന്ദർഭം ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ ചരിത്രം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതും പഠിച്ചതും കേട്ടതുമാണ്. മകനെ ബലിയെടുക്കാൻ വന്ന സന്ദർഭം, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭം, സ്വന്തം പിതാവിനാൽ വെറുക്കപ്പെട്ട സന്ദർഭം, കുടുംബത്തെ മക്ക മണലാരണ്യങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കപ്പെടാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്ന സന്ദർഭം, നമ്രൂദുമായി സംവാദത്തിൽ ഏർപ്പെട്ട സന്ദർഭം, അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട സന്ദർഭം, എല്ലാത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരൊറ്റ വചനമാണ് തുണയായി മാറിയത്. എന്തായിരുന്നു അത്? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. നിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഈ റബ്ബിനേക്കാളും മികച്ചത് വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും എന്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ്, എന്റെ മകൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, ബലിയിറക്കുന്ന സന്ദർഭത്തിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, സ്വന്തം പിതാവിനാൽ വെറുക്കപ്പെട്ട് പുറത്താക്കപ്പെടുമ്പോൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, എന്റെ കുടുംബത്തെ മക്കയുടെ മണലാരണ്യങ്ങളിൽ കൊണ്ടുപേക്ഷിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയുമായുള്ള സംവാദം, ഏറ്റുമുട്ടലിൽ, ആശയപരമായ പോരാട്ടത്തിൽ കരുത്തോടുകൂടി അത്തരം പരീക്ഷണ ഘട്ടങ്ങൾ അതിജയിക്കാൻ സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ടവർ അവസാനം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭങ്ങളിൽ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു മദീ എന്ന വലിയ വിശ്വാസമാണ് കരുത്തായത്. നമുക്കും അങ്ങനെയാവണം. ഇനി ചില ഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, വേദനിക്കുന്ന സന്ദർഭങ്ങളിൽ, ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുമ്പോൾ നമ്മൾ മറ്റുള്ള ദൈവങ്ങളിലേക്ക്, മറ്റുള്ള വിശ്വാസങ്ങളിലേക്ക്, അള്ളാഹുവിനെ വിട്ട് വഴിമാറി മറ്റുള്ള കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടി പോകരുത് എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത് സാധ്യമായത്? എങ്ങനെയാണ് സാധ്യമായത് എന്ന് പരിശോധിക്കുമ്പോഴാണ്, തക്ബീറിന്റെ പൊരുൾ അറിഞ്ഞപ്പോഴാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത് സാധ്യമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു അക്ബർ, അതിന്റെ പൊരുൾ എന്താണ് എന്നും അതിന്റെ അർത്ഥം എന്താണ് എന്നും എല്ലാത്തിനേക്കാളും വലുത് റബ്ബായി മനസ്സിൽ സ്വീകരിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതൊക്കെ ത്യജിക്കാനും ത്യാഗം സഹിക്കാനും സാധിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളും പ്രഖ്യാപിക്കുക,
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാത്തിനേക്കാളും റബ്ബാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം അത് തെളിയിച്ചിട്ടാണ് ജീവിതത്തിൽ നിന്ന് കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നാം നിസ്സഹായത അനുഭവിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നാം നിസ്സഹായരാണ് എന്ന് ഓരോ പ്രളയവും പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ നിമിഷങ്ങളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സന്ദർഭങ്ങളിലും നമുക്കൊരു പാഠം അവശേഷിപ്പിച്ചിട്ടാണ് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കുറവിൽ നാം എത്രയാണ് കരഞ്ഞു പ്രാർത്ഥിച്ചത്, മഴക്കുറവിൽ നാം എത്രയാണ് വിലപിച്ച് കരഞ്ഞത്. ഇപ്പോൾ നമ്മൾ മഴ കൊണ്ട് വിലപിക്കുകയാണ്. സഹായിക്കാൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. മഴ പെയ്യിക്കുന്നവൻ അള്ളാഹുവാണ്. മഴയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവനും അള്ളാഹുവാണ്. നമ്മൾക്ക് ആവശ്യമുള്ളത് നൽകി അത് മറ്റുള്ള ആവശ്യമുള്ളിടത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്നവനും അള്ളാഹു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരു മഴവെള്ളപ്പാച്ചിൽ മതി എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. നോക്കൂ, ഫുൾജാർ സോഡ നുരഞ്ഞ് പതഞ്ഞു പൊങ്ങിയതുപോലെ ഫുൾജാർ സോഡ ഭൂമിയിൽ നമ്മൾ അഹങ്കാരിച്ചും അതുപോലെ ആസ്വദിച്ചുമൊക്കെ കഴിഞ്ഞ പെരുന്നാളാഘോഷ സന്ദർഭമുണ്ടായിരുന്നു. നുരഞ്ഞ് പതഞ്ഞു പൊങ്ങിയതുപോലെ ഭൂമിയിൽ നിന്ന് വെള്ളം നുരഞ്ഞു പൊന്തുകയാണ്. നമുക്ക് വലിയ പാഠമുണ്ട്. എത്രയാണ് നമ്മൾ വേസ്റ്റ് ആക്കിയത്, പണം എത്രമാത്രമാണ് ദൂർത്തടിച്ച് കളഞ്ഞത്, എത്രമാത്രമാണ് ഷോർട്ട് ടോക്കുകൾക്ക് വേണ്ടി ആളുകൾ ഇതിനു വേണ്ടി പണം ചെലവഴിച്ചത്. തറാവീഹ് നമസ്കാരത്തിന്റെ സമയങ്ങളിൽ പോലും ഇസ്ലാമിലെ മുസ്ലിം ചെറുപ്പക്കാർ എവിടെയായിരുന്നു? അങ്ങാടികളിലും വരാന്തകളിലും അതുപോലെ ഇടങ്ങളിലുമൊക്കെയായി ഫുൾജാർ ജോഡയുടെ ആസ്വാദനങ്ങളിലായിരുന്നു. ഇന്ന് ഭൂമി നുരഞ്ഞ് പതഞ്ഞു പൊങ്ങുന്നുണ്ട്. നമുക്ക് ഉത്തരമുണ്ടാകണം. എന്താണ് അള്ളാഹുവിന്റെ തീരുമാനമെന്ന് നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു നമ്മളോട് പറഞ്ഞു, അഹന്ത ഉപേക്ഷിക്കുക, ആർഭാടങ്ങൾ ഉപേക്ഷിക്കുക, പൊങ്ങച്ചം അവസാനിപ്പിക്കുക, അഹങ്കാരവും അതിരുകവിയലും ഒക്കെ അവസാനിപ്പിക്കാനുള്ള അവസരമായി നമ്മൾ ഈ സന്ദർഭങ്ങളെ ഓർമ്മിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സർവ്വതും സമർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം പരിശീലിക്കുമ്പോൾ എല്ലാ നഷ്ടങ്ങളും തിരിച്ചു ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു പറഞ്ഞു, എല്ലാം എനിക്ക് വേണ്ടി സമർപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം സമർപ്പിച്ചു. എന്തൊക്കെ കൽപ്പന വന്നോ എല്ലാം അനുസരിച്ചു. ഒന്നും എന്റേതല്ല, എല്ലാം റബ്ബേ നിന്റേത് മാത്രമാണ്. നിന്റെ സഹായം കൊണ്ടാണ് എനിക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഞാൻ എന്നെയും എന്റെ സർവ്വതും നിന്നിൽ ഭരമേൽപ്പിക്കുന്നു, നിന്നിൽ സമർപ്പിക്കുന്നു എന്ന വിശ്വാസ തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വല്ലാതെ വേദനിക്കേണ്ടി വരില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പ്രളയ സന്ദർഭത്തെ വീണ്ടും അള്ളാഹു പരീക്ഷണമാക്കി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രളയം ഓർമ്മിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ്, ആദരിക്കാനാണ്, ഒരുമിച്ച് നിൽക്കാനാണ്, ഒന്നിച്ചു മുന്നോട്ട് പോകാനാണ്. ആരാണെന്ന് പോലും അറിയാതെ വീട്ടിലേക്ക് കയറി വന്ന അതിഥികളെ ആദരവോടെ സ്വീകരിച്ച പാരമ്പര്യമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളത്. മലായിക്കത്തുകൾ മനുഷ്യരൂപത്തിൽ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു. ആരാണെന്നറിയില്ല, ഊരറിയില്ല, എവിടെ നിന്ന് വന്നെന്നറിയില്ല. പക്ഷെ അതൊന്നും മാനദണ്ഡമാക്കിയില്ല, ചോദ്യശരങ്ങളെറിഞ്ഞ് ബുദ്ധിമുട്ടിച്ചില്ല. അവരെ വീട്ടിലേക്ക് വന്ന അതിഥികൾ എന്ന നിലക്ക് എല്ലാ നിലക്കും അവരെ സൽക്കരിച്ച് ആദരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഈ പ്രളയാനുഭവ കാലത്ത് നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അതിഥികളായി സ്വീകരിക്കേണ്ടവർ അന്യരാണ് എന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി മാറ്റേണ്ടവരല്ല. നമ്മൾ അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അവരെ ചെന്ന് കണ്ട് ആതിഥ്യ മര്യാദയോടുകൂടി അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവർ നമ്മൾ ഇബ്രാഹിം മില്ലത്തിലാണ് എങ്കിൽ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, സ്വന്തം വീടും മണ്ണുമൊക്കെ വിട്ട് മറ്റൊരു നാടിന്റെ നന്മക്കായി പണിയെടുക്കുകയും മറ്റൊരു മണ്ണിൽ കഴബാലയം പണിതുയർത്തുകയും അവിടുത്തെ നന്മക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട്. ഞാനും എൻ്റെ മണ്ണും എൻ്റെ വീടും മാത്രമല്ല, എൻ്റെ തൊട്ടപ്പുറത്തവൻ്റെ മണ്ണും വീടും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് വേണ്ടി പണിയെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഇബ്രാഹിം മില്ലത്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആദർശം വേറെയായിരിക്കാം, പിതാവിനെ സ്നേഹിക്കാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. നാട്ടുകാരുടെ വിശ്വാസ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയപ്പോഴും നാട്ടുകാരോടൊപ്പം അദ്ദേഹം നിലയുറപ്പിച്ചു. ഇവിടെ ജാതി ചിന്തകൾ കൊണ്ട്, പാർട്ടി വിദ്വേഷം കൊണ്ട്, അതിരുകളുടെ തർക്കങ്ങളിൽപ്പെട്ട് മനുഷ്യബന്ധങ്ങൾക്ക്, മാനുഷിക സഹായങ്ങൾക്ക്, പരസ്പര സ്നേഹങ്ങൾക്ക് വില പറയരുത് പ്രിയപ്പെട്ടവരെ. അതിനൊക്കെ മുടക്കം നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. സഹായത്തിന്റെ വഴികളിൽ നമ്മൾ താങ്ങും തണലുമായി മാറേണ്ടവരാണ്. താങ്ങും തണലുമാവേണ്ടവർ നമ്മളാണ് പ്രിയപ്പെട്ടവരെ. പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളാണ്. വിശ്വാസം കൊണ്ട്, ധർമ്മനൈരന്തര്യം കൊണ്ട്, സമർപ്പിത ജീവിതം കൊണ്ട്
പ്രതിജ്ഞയെടുത്തുകൊണ്ട് നാം അതിനെ മറികടക്കും. ഇൻഷാ അല്ലാഹ് നമുക്കതിനെ മറികടക്കാൻ സാധിക്കും. ആ ഒരു പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അതിനെന്താണ് വേണ്ടത്? അള്ളാഹ് പറഞ്ഞത് പാലിച്ചാൽ മതി. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറുണ്ടോ? വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, സാമൂഹ്യ ജീവിതം നന്നാക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ യൻസുറുക്കും, അള്ളാഹു നമ്മളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, ഈ മണ്ണിൽ അള്ളാഹു നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഇർഹമു ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ സഹായത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണമെന്ന് ഖുർആനും പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി ഒരിക്കൽ സൂചിപ്പിച്ചു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബ മിൻ കുർബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബ മിൻ കുർബി യൗമിൽ ഖിയാമ. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരു സഹോദരന്റെ വിഷമങ്ങളെ, പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുത്താൽ, ദുനിയാവിന്റെ പ്രയാസങ്ങളെ എളുപ്പമാക്കി കൊടുത്താൽ, അവിടെ സഹായം എത്തിച്ചാൽ, സാന്ത്വനിപ്പിച്ചാൽ, ആവശ്യങ്ങൾ നിറവേറ്റിയാൽ, നാളെ പരലോകത്ത് ആരുടെയും സഹായം ലഭിക്കാത്ത ഒരു സന്ദർഭത്തിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ സഹായമായി മാറും. നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും, നമ്മുടെ ദുരിതങ്ങൾ അത് നീക്കിത്തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖിദ്മത്തിനുള്ള വലിയ സമയമാണിത്. അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഉദുർ പറയാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ നമ്മളുടെ അധ്വാനവും ശരീരവും സമ്പത്തും ആഗ്രഹിച്ചുകൊണ്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ കേൾക്കാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ഒരു സഹോദരന്റെ ആവശ്യത്തിൽ ഒരാൾ ഇടപെട്ടാൽ അള്ളാഹു അവന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ്. ഇതിനേക്കാൾ വലുത് എന്താണ് വേണ്ടത്? ഇന്നലെ അറഫയുടെ നോമ്പെടുത്തവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു, മുവഹിദുകളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മഴ വഴിമാറിപ്പോയത്. അൽഹംദുലില്ലാഹ്, എത്രയാണ് ശുക്ർ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ. അറഫയുടെ നോമ്പെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു, അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ ദിനങ്ങളിലുമായി ബലിയർപ്പിക്കേണ്ടവരാണ് നമ്മൾ. ബലി ഒരു നിസ്സാരമായ സംഗതിയല്ല. എന്തെങ്കിലും ഒരു കാലവിപത്ത് വരുമ്പോ, ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ, ഒരു കാറ്റും കോളും വരുമ്പോ നമ്മളൊക്കെ ബലി ഉപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ബലിയേക്കാൾ പ്രധാനം മറ്റുള്ളതല്ലേ? ബലി പ്രധാനമാണ്, മറ്റുള്ളതും പ്രധാനമാണ്. ബലി അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, കടമയാണ്, കടപ്പാടാണ്. അത് അർഹമായിടത്ത് എത്തിക്കുക എന്നതാണ്. ബലിമാംസത്തെ, അവർക്ക് ആവശ്യമുള്ള മാംസാഹാരങ്ങളെ ഇടങ്ങളിലേക്ക്, എവിടെയാണ് ആവശ്യമുള്ളത് അവിടേക്ക് എത്തിക്കുന്നതോടുകൂടിയാണ് ബലി പൂർത്തിയാകുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കൂടുതൽ ബലിയേർക്കേണ്ട സന്ദർഭമാണിത്. നമ്മളുടെ ജീവൻ ബാക്കിയായി, സ്വത്ത് ബാക്കിയായി, വീട് ബാക്കിയായി, നമ്മൾ തന്നെ ബാക്കിയായി. പ്രിയപ്പെട്ടവരെ, കൂടുതൽ അള്ളാഹുവിലേക്ക് ബലിയർപ്പിച്ചുകൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ശുക്റുകൾ കൊണ്ട് അടുക്കാനുള്ള സന്ദർഭമാണ് യഥാർത്ഥത്തിൽ. വലിയ നിസ്സാരമായി കാണേണ്ടതില്ല. അതിന്റെ പിന്നിലെ ചരിത്രം നോക്കൂ നിങ്ങൾ. അതിന്റെ പിന്നിലെ ചരിത്രവും ത്യാഗവും, അതിൽ വിജയം വരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലായി മാറിയത്, അള്ളാഹുവിന്റെ ഇഷ്ടപാത്രമായി മാറിയത് ബലിയർപ്പിക്കുന്ന സമർപ്പിത ജീവിതത്തിലൂടെയായിരുന്നു, ബലികർമ്മത്തിലൂടെയായിരുന്നു. ചെറിയൊരു വസ്തുവിനെ അല്ല ബലിയർപ്പിക്കാൻ കൽപ്പിച്ചത്, അതിന്റെ ത്യാഗമാണത്. അത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്. അവിടെയും അള്ളാഹു നോക്കുന്നത് നമ്മുടെ മാനസിക വിശുദ്ധിയാണ്. അതുകൊണ്ട് ബലിയെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. നമ്മളെല്ലാവരും ബലികർമ്മത്തിൽ പങ്കാളികളാവണം, അതിന്റെ പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാവണം. അതിന്റെ അറിവിലും, അതിന്റെ മാംസം തൂക്കുന്നിടത്തും, അത് അരിഞ്ഞു വീഴ്ത്തുന്നിടത്തും, അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളിലും ചെയ്തു കൊടുക്കുന്നിടത്തുമൊക്കെ നമ്മൾ ഉണ്ടാകണം. അത് വലിയ പുണ്യകർമ്മമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, ക്യാമ്പുകളിൽ അഭയം തേടിയ ഒരുപാട് ആളുകളുണ്ട്. ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്, കിടപ്പാടം നഷ്ടപ്പെട്ടവരുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുണ്ട്, എല്ലാ സമ്പാദ്യവും ഇട്ടേച്ച് ഓടേണ്ടി വന്നവരുണ്ട്. ഇന്നലെ കെടുതികളിൽപ്പെട്ടവർക്ക് തണലൊരുക്കിയ ഒരുപാട് ആളുകൾ ഇന്ന് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട്. ഇന്നലെ മഞ്ചേരിയിലേക്ക്, നിലമ്പൂരുള്ള ഒരു സ്ത്രീ മഞ്ചേരിയിലേക്ക് ആക്കിക്കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ സുഹൃത്ത് പോയപ്പോ, മഞ്ചേരിയിൽ നിന്ന് അവിടെ ഇങ്ങോട്ട് പോവാൻ വയ്യ. മഞ്ചേരിയിലെത്തിയപ്പോ അവിടെ കണ്ട കുറച്ച് ആൾക്കൂട്ടത്തോട് എന്തിനാണ് വന്നത്, കുറച്ച് സുഹൃത്തുക്കളെ കണ്ടപ്പോ ചോദിച്ചപ്പോ അവർ പറഞ്ഞു അത്രേ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് എന്ന്. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു, പുതുവസ്ത്രം എടുക്കാൻ വന്നതാണോ എന്നറിയാതെ ചോദിച്ചു പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ പുതുവസ്ത്രം എടുക്കാൻ വന്നതല്ല, പെരുന്നാൾ പുടവ പ്രതീക്ഷിച്ച് വന്നതല്ല, ഈ ഇട്ടതുപോലും നുരുമ്പി തുടങ്ങിയിരിക്കുന്നു, ഈ ഇട്ടതൊന്ന് മാറിയെടുക്കാൻ ഇനി ഒരു ഡ്രസ്സില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, എല്ലാം നഷ്ടപ്പെട്ടു. വെള്ളക്കെട്ടുകൾ വീട്ടിൽ കയറിയാൽ എന്താണ് ബാക്കിയുണ്ടാവുക? ചളിയും പ്രയാസങ്ങളുമൊക്കെയായി
എല്ലാം നഷ്ടപ്പെട്ടവരാണവർ. പുതുവസ്ത്രമണിഞ്ഞവരാണ് നമ്മൾ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ നമ്മുടെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവരുടെ നിലവിളികൾ നമ്മൾ കേൾക്കുന്നില്ല. എന്താണ്? അതിനു നേരെ നമ്മൾ കണ്ണു തുറക്കണം, കാതു തുറക്കണം, എത്തേണ്ടടുത്ത് നമ്മൾ എത്തണം. സഹായഹസ്തമായി നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. ഒരാൾക്ക് ചിലപ്പോ പണം സമ്പാദിക്കാനാവും കഴിയുക, ഒരാൾക്ക് ചിലപ്പോ വിഭവങ്ങൾ ശേഖരിക്കാനാവും കഴിയുക, ഒരാൾക്ക് ചിലപ്പോ അവിടെ ചെന്ന് സേവനം ചെയ്യാനാണ് കഴിയുക, ഈ ശേഖരിച്ച വസ്തുക്കൾ എത്തിക്കാനാവും കഴിയുക. വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, ഇലക്ട്രീഷ്യന്മാരുണ്ടാവും, പ്ലംബിങ്ങിന്റെ പണി അറിയുന്നവരുണ്ടാകും, മറ്റ് മരാമത്ത് പണികൾ അറിയുന്നവരുണ്ടാവും. ഓരോരുത്തർക്കും പറ്റിയ സേവന മേഖല കണ്ടെത്തി എവിടെയാണോ ആവശ്യം അവിടെ നമ്മൾ എത്തിച്ചേരണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാവുക, കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുക, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുക, കളക്ഷൻ ഫണ്ടുകൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. നിരവധി സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ടും കൂട്ടായുമുള്ള പ്രവർത്തനങ്ങളുണ്ട്. എല്ലാവർക്കും സഹായം ചെയ്താലും നമുക്ക് ഈ പ്രതിസന്ധി അത്ര പെട്ടെന്ന് മറികടക്കാൻ കഴിയില്ല. നിലമ്പൂർ ചെന്ന ആളുകൾ പറയുന്നത് 1.5 കൊല്ലം 2 കൊല്ലം തുടർച്ചയായി നിന്ന് പണിയെടുത്താലും അവിടെ ഇപ്പോൾ അനുഭവിച്ച പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ വലിയ അധ്വാനം വേണ്ടി വരുമെന്നാണ്. ആ നിലക്കൊക്കെ ആലോചിക്കുമ്പോൾ നിരന്തരമായ സഹായങ്ങൾ നമുക്ക് ആവശ്യമുണ്ടാകും. പരീക്ഷണങ്ങളെ ഒറ്റക്കെട്ടായി അതിജയിക്കാനുള്ള കരുത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടി ചോദിക്കുക, നമ്മുടെ ജീവിതം നന്നാക്കുക. അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പകർച്ചവ്യാധികൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ രോഗത്തിന് പരിപൂർണ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മാറാരോഗങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും കണിശമായ നിന്റെ വിചാരണകളിൽ നിന്നും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസൽമാനായി പോയതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ദളിതരായി പോയതിന്റെ പേരിൽ വിഷമിക്കുന്ന ആളുകളുണ്ട്. പാവപ്പെട്ടവനായതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ വിജയത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കർമ്മങ്ങൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഞങ്ങളുടെ സേവനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പോയവരുടെ ഹജ്ജും ഉംറയും നീ മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ റഹ്മാനെ. സന്തോഷത്തോടെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ കൊണ്ടോ, ഞങ്ങളുടെ മക്കളെ കൊണ്ടോ, ഞങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടോ ഈ ദീനിനോ ഈ നാടിനോ യാതൊരു തരത്തിലുള്ള അപമാനവും നീ വരുത്തി വെക്കല്ല റഹ്മാനെ. അള്ളാഹുവെ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണേ റഹ്മാനെ. കാലവിപത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിതനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ദഅവാ രംഗത്ത് സജീവമായ ആളുകളുണ്ട്, സേവന രംഗത്ത് സജീവമായ ആളുകളുണ്ട്. അള്ളാഹുവെ നമ്മുടെ യുവാക്കൾ സേവനമായി അവരുടെ ജീവിതം പണയം വെച്ച് സേവനമായി ഇത്തരം ദുരന്ത ഭൂമികയിലുണ്ട്, ദുരിത മേഖലകളിലുണ്ട്. നമ്മുടെ പുളിക്കലും ചെറുകാവും ഒക്കെയുള്ള യൂത്ത് ലൈവിന്റെ പ്രവർത്തകരെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ജാതി മത വർഗ സംഘടനകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി അവരൊക്കെ സേവനമുഖത്തുണ്ട്. എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളുമുണ്ട്. ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, അതുപോലെ ആളുകളുടെ നന്മകൾ കാണാതിരുന്നൂടാ. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ സേവനങ്ങൾ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أنت ولينا في الدنيا والآخرة. توفنا مسلمين والحقنا بالصالحين. اللهم رب الناس
اذهب الباس اشف أنت الشاف لا شفاء إلا شفاؤك شفاء لا يغادر سقما ربنا ظلمنا أنفسنا وإن لم تغفر لنا ولنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صيبا نافعا اللهم صيبا نافعا اللهم حوالينا ولا علينا اللهم حوالينا ولا علينا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.